Praise the Lord. Welcome to the journey through the Bible books. നമ്മൾ സീരിയസ് ആയിട്ട് ദൈവത്തിൻ്റെ വചനം ഓരോ ബുക്കുകളിൽ കൂടെ പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ എടുത്തത് 38, 39 എന്നീ ലെസണുകൾ കഴിഞ്ഞ ആഴ്ച പരീക്ഷിക്കുകയുണ്ടായി. അതായത് യെരമ്യാവിൻ്റെ പ്രവചനവും യെരമ്യാവ് തന്നെ എഴുതിയ വിലാപങ്ങൾ എന്ന പുസ്തകവും ആയിരുന്നു കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ച് തീർത്തത്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകമാണ്. അത് ലെസൺ നമ്പർ 40 ആണ്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ ഇതിൽ നിന്നും ചിന്തിക്കുന്നത് എന്താണെന്ന് ആദ്യമായിട്ട് ഞാൻ മുഖവുരയിൽ തന്നെ പറയാം. ആദ്യമായിട്ട് നമ്മൾ എസെക്കിയേലിൻ്റെ കാലഘട്ടം എന്നാണ് ജീവിച്ചിരുന്നത് എന്ന് പഠിക്കും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകനെ ദൈവം എങ്ങനെ വിളിച്ചു, വേർതിരിച്ചു, ശുശ്രൂഷ ഏൽപ്പിച്ചു എന്നുള്ളതായ കാര്യം നമ്മൾ പഠിക്കും. പിന്നീട് യെരുശലേമിൻ്റെ മേൽ വരുന്നതായ ന്യായവിധി, ആ സമയത്ത് വരുന്നതായ ന്യായവിധിയും പുറകാലെ വരുന്നതായ ന്യായവിധിയും ഒക്കെ ചേർത്തുകൊണ്ട് യെരുശലേമിൻ്റെ മേൽ വരുന്നതായ ന്യായവിധി എന്തൊക്കെയാണ് എന്നുള്ളതായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ശത്രുക്കളുടെ മേൽ ഉള്ളതായ ന്യായവിധി, യെരുശലേമിന് ചുറ്റുമുള്ളതായ ശത്രു രാജ്യങ്ങളുടെ മേലും ദൈവം ന്യായവിധി അയക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതായ പ്രത്യേക വിഷയം നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെയുള്ളതായ ഈ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ഉള്ള പുസ്തകങ്ങളിൽ ഈ എസെക്കിയേലിൻ്റെ പുസ്തകമാണ് സഹസ്രാബ്ദ വാഴ്ച. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇനി രണ്ടാമത്തെ വരവിനു ശേഷമായിട്ട് അന്തിക്രിസ്തു 7 വർഷം ഇവിടെ ഭരിക്കുകയും ഇസ്രായേലിനെ വളരെ പീഡിപ്പിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ 7 വർഷം കഴിയുമ്പോൾ തൻ്റെ സഭയുമായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് യെരുശലേം കേന്ദ്രമാക്കി വരും എന്നുള്ളതായ കാര്യം നമ്മൾക്ക് അറിയാവുന്നതാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ എസെക്കിയേൽ പ്രവാചകനാണ് കൂടുതൽ വിവരണങ്ങൾ നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാത്താൻ്റെ ഉത്ഭവം എന്ന വിഷയം എല്ലാവർക്കും വളരെ ആകാംക്ഷയേറിയതാണ്. എന്നാണ് സാത്താൻ ഉണ്ടായത്, എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്, ആരാണ് സാത്താനെ ഉണ്ടാക്കിയത് മുതലായ ക്വസ്റ്റ്യൻസൊക്കെ പലപ്പോഴും വേദപുസ്തകത്തിൽ അറിവുള്ളവരും ഇല്ലാത്തവരും പല രീതിയിൽ ചോദിക്കുകയും അതിനെക്കുറിച്ച് സംശയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഈ എസെക്കിയേൽ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട്. അതും നമ്മളുടെ ബൈബിളിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ സഹായിക്കുന്നതാണ് എന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് വിശദമായിട്ട് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അധ്യായങ്ങളിൽ കൂടെ ഓടിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ ഇത്രയും വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യും. അതിനുശേഷമായിട്ട് വളരെ ധ്യാനപൂർവം ഓരോ അധ്യായങ്ങളും നമ്മളുടെ പേഴ്സണൽ സ്റ്റഡിയിൽ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ എസെക്കിയേലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ തീരത്തെ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകൻ പ്രവാസികളുടെ നടുവിൽ ഇരിക്കുമ്പോഴാണ് അവന് ഈ ദിവ്യ ദർശനങ്ങളെ കാണുന്നതും സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെടുന്നതും എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചതായ യെശയ്യാ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രവാസത്തിന് മുമ്പുള്ളതായ ഒരു പ്രവാചകനായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വളരെ വർഷങ്ങൾ പ്രവചിച്ച് പറഞ്ഞതായ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അതിന് ശേഷമായിട്ടുണ്ടായിരുന്ന യെരമ്യാ പ്രവാചകൻ അതിന് ശേഷം വന്നതാണ്. താൻ പ്രവാസത്തിന് മുമ്പുള്ള കാലങ്ങളിലും പ്രവാസത്തിൻ്റെ സമയത്തും ഈ
യഹൂദയിൽ താമസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഒക്കെ ജനങ്ങളോട് പ്രവചിച്ചതായ പ്രവാചകനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ യെസക്കിയേൽ പ്രവാചകൻ അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇസ്രായേൽ ജനങ്ങളെ നെബൂഖദ്നേസർ യഹൂദയിൽ നിന്നും അടിമകളാക്കിക്കൊണ്ട് ബന്ധസ്ഥനാക്കിക്കൊണ്ട് ഈ ബാബേലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഉള്ളതായ ആ സമയത്ത്, അവിടെ താമസിക്കുന്നതായ സമയത്താണ് യെസക്കിയേൽ പ്രവാചകന് ദൈവത്തിൻ്റെ ഈ അരുളപ്പാടുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ ഖേബാർ തീരത്ത് പ്രവാസികളുടെ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ 30-ാം ആണ്ട് എന്ന് പറയുന്നത്? ഇവിടെ ഈ 30-ാം ആണ്ടെന്ന് പറയുന്നത് തൻ്റെ 30-ാമത്തെ വയസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി തുടർന്നുള്ളതായ കാര്യങ്ങൾ അവനെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ, മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ. അപ്പോൾ ഒന്നുകൂടെ ആ സമയം വ്യക്തമാക്കുകയാണ്. യഹോയാക്കീൻ എന്ന് പറയുന്നതായ രാജാവിനെ ഈ ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് അവിടെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. തന്നെ അവിടേക്ക് കൊണ്ടുപോയി പ്രവാസത്തിൽ ആയിരുന്നു എങ്കിൽ തന്നെയും ഈ ബാബേൽ രാജാവ് അവനെ ആദരിക്കുകയും അവനെ കുറേ നാൾ തടവിൽ ആയി, പ്രിസണിൽ ആയിരുന്നു. അവിടെ നിന്ന് മോചിപ്പിച്ച് അവൻ്റെ മരണം വരെ അവന് തോറുമുള്ളതായ ആഹാരം ഒക്കെ രാജകൊട്ടാരത്തിൽ അവന് കൊടുത്തിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതായ ആ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ, അപ്പോൾ പ്രവാസത്തിലേക്ക് ജനങ്ങളെയും യഹോയാക്കീൻ രാജാവിനെയും കൊണ്ടുപോയതിൻ്റെ 5-ാം ആണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രവാസത്തിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ കാര്യം നടക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനിയും എവിടെയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്? ഈ സ്ഥലമെന്ന് പറയുന്നത് ഖേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് പ്രവാസികളായിട്ടുള്ളതായ ജനങ്ങൾ ഒന്നും തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ യഹൂദയിൽ നിന്നും അവരെ ബാബേലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരെയൊക്കെ പാർപ്പിച്ചിരുന്നത് നദീതീരങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ളതായ കിണറുകളോ മറ്റു വെള്ളത്തിൻ്റെയൊക്കെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളെ ഒക്കെ നദീതീരങ്ങളിലാണ് പാർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും കൊണ്ടുപോയതായ പ്രവാസികളെയും ഖേബാർ നദി എന്ന് പറയുന്നതായ ആ നദീതീരങ്ങളിലാണ് അവർ പാർക്കുകയും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്, ഒരു പ്രവാസിയായിരിക്കുമ്പോഴാണ് തനിക്ക് ഈ ദൈവിക ദർശനം ഉണ്ടായത്. പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്നത് ദേശത്ത് ഖേബാർ നദീതീരത്തെ ബൂസിയുടെ മകൻ യെഹസ്കിയേൽ പുരോഹിതന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. ഈ യെസക്കിയേൽ എന്നോ അല്ലെങ്കിൽ യെഹസ്കിയേൽ എന്ന് മലയാളത്തിലോ പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചാലും നമ്മളുടെ സൗകര്യാർത്ഥം അത് ഉപയോഗിക്കാമെന്നാണ്. ഞാൻ എന്നാൽ യെസക്കിയേൽ എന്നാണ് ഇത് ഇന്നത്തെ ലെസണിൽ മിക്കവാറും പറയുന്നത്. അപ്പോൾ ഇവിടെ യെസക്കിയേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഈ ഒരു പുരോഹിതനായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യെസക്കിയേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവൻ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഈ പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർന്നതായ ഒരു ബാലകനായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ യെസക്കിയേൽ. അപ്പോൾ 30 വർഷം ആകുമ്പോഴാണ് ഈ യഹൂദയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളരുന്നതായ ഒരു വ്യക്തി പുരോഹിതൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ താൻ ഇങ്ങനെ പ്രവാസത്തിലായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പലവിധമായ ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നു. കർത്താവെ, ഞാൻ യെരുശലേമിലായിരുന്നുവെങ്കിൽ ഞാനൊരു പുരോഹിതനായിട്ട്
പുരോഹിതൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അതിനുള്ളതായ തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് അതിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും കണ്ടുപഠിച്ച് അതൊക്കെയും തുടർന്ന് ചെയ്യുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തെയും ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും ഒരുക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ ഇരുന്ന് ഇതാ എൻ്റെ 30 വയസ്സാകുന്നു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഒരു പുരോഹിതനായി തീർന്നേനേമല്ലോ, എൻ്റെ പാരമ്പര്യപ്രകാരം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം ദൈവം അവനെ വിളിക്കുന്നത്. ഇതാ ആ പുരോഹിത ശുശ്രൂഷയിൽ നിന്നും ദൈവം അവന് മറ്റൊരു ഉന്നതമേറിയ ശുശ്രൂഷ കൊടുക്കുകയാണ്. പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഈ വാക്കുകളെയും മെസ്സേജുകളെയും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ വാഗുകൊണ്ട് ജനത്തോട് പറയുന്നതായ ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളതായ പുരോഹിതനായിരിക്കേണ്ടതായ എസെക്കിയേലാണ് ഇവിടെ പ്രവാചകനായിട്ട് മാറ്റപ്പെടുകയും ദൈവത്തിൻ്റെ ദർശനം അവന് ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇനിയും 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയ മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. പ്രൈസ് ഗോഡ്. അവിടെ വെച്ചാണ് ദൈവം അവനെ സന്ദർശിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അവൻ എന്നോട്, മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നിവർന്ന് നിൽക്കുമാറാക്കി. ദൈവത്തിൻ്റെ സാന്നിധ്യവും ആ വലിയ കാഴ്ചയും തേജസ്സും ഉണ്ടായപ്പോൾ അവന് താഴേക്ക് വീണു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവനെ ബലപ്പെടുത്തി, അവനെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു, സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം കണ്ടു, ദൈവത്തിൻ്റെ ആ ദർശനം കണ്ടു, ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേട്ടു. അങ്ങനെ പല രീതിയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ഇങ്ങനെ കവിണു വീണു എന്നാണ് 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക. അപ്പോൾ കവിണ് വീണ് കിട്ടുന്നതായ മനുഷ്യനെ, ക്ഷീണിച്ച് ഇരുന്നതായ അവനെ ബലപ്പെടുത്തിയിട്ട് ആത്മാവിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സമയ ചുരുക്കത്താൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. ഈ 1-ാം അധ്യായത്തിൻ്റെ മറ്റ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കെരൂബുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ചക്രത്തിൽ കൂടെ മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. അവയുടെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറക് ശരീരം മറച്ചുമിരുന്നു. അവ ഓരോന്നും നേരെ മുൻപോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയുള്ളതായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. അതായത് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ജീവികളെക്കുറിച്ച് പറയുമ്പോൾ
പല മുഖങ്ങൾ ഉള്ളതായ ജീവികളായിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മനുഷ്യമുഖമുണ്ട്, സിംഹമുഖമുണ്ട്, കാളയുടെ മുഖമുണ്ട്, അതുപോലെ കഴുക് മുഖമുണ്ട്. അങ്ങനെ പലവിധമായ മുഖങ്ങൾ ഉള്ളതായ ജീവികളാണ് അവിടെ ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ കണ്ടു, അവൻ കേട്ടു, അവൻ കവിണ് വീണു, അവനെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഈ ജീവികളുടെ കാഴ്ചകളെ യോഹന്നാൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയുള്ളതായ കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് അവിടെയും കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ കാഴ്ചകൾ യോഹന്നാനും കണ്ടിട്ട് ഉണ്ട്. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ കണ്ടു, അവൻ കാവണു വീണു. യെശയ്യാവ് ഇങ്ങനെയുള്ളതായ പ്രത്യക്ഷത കണ്ടിട്ടുണ്ട്. യെശയ്യാവ് എന്നാൽ കണ്ടത് സറാഫുകളെയാണ് അവിടെ കണ്ടത്. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നതായ സിംഹാസനത്തിൽ സറാഫുകൾ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് 2 ചിറക് കൊണ്ട് കണ്ണു മൂടി, 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്ന് നിന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിൽക്കുന്ന സറാഫുകളെയാണ് അവിടെ യെശയ്യാവ് കാണുന്നതായിട്ട് അവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. എന്നാൽ നമ്മൾ ഈ 1:10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതായ ഈ ജീവിയെക്കുറിച്ച്, 4 മുഖമുള്ളതായ ജീവിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ ജീവിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ ഏദൻ തോട്ടത്തിൽ നിന്നും ആദാമിനെയും ഹവ്വായെയും പുറത്താക്കിയതിന് ശേഷമായിട്ട് അവിടെ കെരൂബുകളെ അവൻ കാവലാക്കി വെച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ കെരൂബുകളുടെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നില്ല. എന്നാൽ ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കെരൂബുകൾ എന്ന് പറയുന്നതായ 4 മുഖങ്ങളുള്ളതായ വളരെ പവർഫുള്ളുള്ളതായ ആ ജീവികൾ ആണ് കെരൂബുകളുടെ ചിത്രമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 4 മുഖങ്ങൾ ഉള്ളതായ കെരൂബുകൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 4 ചിത്രങ്ങൾ അതിനോടനുബന്ധിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെ നോക്കുമ്പോൾ അതിനോട് ചേർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് സിംഹമുഖം ഉള്ളതായ കെരൂബിനെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിൽ ഒന്നായ ആ സുവിശേഷം പഠിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് രാജകീയ മുഖം ഉള്ളതായ ഒരു പഠനമാണ് അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സിംഹം എന്ന് പറയുമ്പോൾ ഈ മൃഗങ്ങളുടെ രാജാവ്, രാജസ്ഥാനം ആണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് ഒരു കാളക്കിടാവിൻ്റെ മുഖം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ കെരൂബിൻ്റെ ഒരു ജീവിയുടെ മുഖമായിട്ട് കാളക്കിടാവ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി കഴിഞ്ഞിട്ട് മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവപുത്രൻ ഒരു സെർവൻ്റായിട്ട് കടന്നു വന്നു. അപ്പോൾ കാളക്കിടാവ് എന്ന് പറയുമ്പോൾ വേല ചെയ്യുന്നതായ ഒരു സെർവൻ്റിനെയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷങ്ങളിലെ 2-ാമത്തെ പുസ്തകത്തിൽ ആ സെർവൻ്റ്ഹുഡ് എടുത്തതായ യേശു ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാമത്തെ സുവിശേഷം മനുഷ്യമുഖം അവിടെ ഉണ്ടായിരുന്നു ആ ജീവിക്ക്. അവിടെ അത് നമ്മൾ നോക്കുമ്പോൾ സുവിശേഷങ്ങളിൽ 3-ാമത്തേതായ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനായിട്ട് മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതായ ചിത്രം അവിടെ ആ സുവിശേഷത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 4-ാമത്തെ സുവിശേഷത്തിൽ ഉന്നതനായ ദൈവം, ആ ദൈവപുത്രനെ ഉന്നതത്തിൽ വസിക്കുന്ന, ഉന്നതത്തിൽ നിന്ന് വന്നതായ ആ ദൈവപുത്രനെയാണ് യോഹന്നാന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 4-ാമത്തെ ജീവി എന്ന് പറയുന്ന കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്നതായ, ഉയരത്തിൽ ജീവിക്കുന്ന, ഉയരത്തിൽ വിഹരിക്കുന്നതായ ആ ഉന്നതത്തിൽ നിന്ന് കടന്നു വന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിക്കൊണ്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾക്ക്
ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കെരൂബ് എന്നുള്ളതായ ആ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കെരൂബുകളെ അവിടെ നിർത്തി ആ തോട്ടം കാവലാക്കി അതിലേക്ക് കടന്നു വരാതിരിക്കാൻ തക്കവണ്ണം അവിടെ കെരൂബുകളെ നിർത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇല്ല എങ്കിൽ തന്നെയും അതിൻ്റെ തുടർന്നുള്ളതായ ഡിസ്ക്രിപ്ഷൻ മറ്റ് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ യോഹന്നാൻ്റെ വെളിപ്പാടിലും ഒക്കെ ഈ കെരൂബുകളെക്കുറിച്ചുള്ളതായ ചിത്രങ്ങൾ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളതായ ഒരു കെരൂബിൻ്റെ ചിത്രമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇങ്ങനെ ദൈവം അവനെ വിളിച്ചിട്ട് അവനൊരു ശുശ്രൂഷ കൊടുക്കുകയാണ്. 2-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നേരെ നിർത്തുമാറാക്കി എന്നാണ് പറയുന്നത്. 2-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര, നീ അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിൻ്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും നീ അവരുടെ വാക്ക് പേടിക്കരുത് എന്ന് പറഞ്ഞാൽ, സർവശക്തനായ ദൈവം ഈ സാധാരണ ഓർഡിനറി ആയിട്ടുള്ളതായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ആത്മാവിൽ ബലപ്പെടുത്തി അവൻ്റെ വായിൽ ദൈവത്തിൻ്റെ വാക്ക് കൊടുത്തിട്ട് ഈ മത്സരികളായ ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കുകയാണ്. നമ്മൾക്ക് ആർക്കാണെങ്കിൽ തന്നെയും മത്സരികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നമ്മളെ റിസീവ് ചെയ്യാത്ത ഒരാളോട് സംസാരിക്കുവാനോ ദൂത് പറയുവാനോ നമ്മൾക്ക് ഇഷ്ടം തോന്നുകയില്ല. എന്നാൽ നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും, അവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെയും ഞാൻ പറയുന്നതായ ഈ വാക്ക് നീ അവരോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഇവനെ അയക്കുന്നത് എന്ന് കാണുന്നു. ഇവിടെ അതുപോലെ ആദ്യം എഴുതിയിരിക്കുന്നത്, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയണം എന്ന് പറഞ്ഞാൽ, ഈ എസെക്കിയേൽ പ്രവാചകൻ ആ പ്രവചിക്കുന്നതായ സമയത്ത് അതിനുള്ളതായ വില അവർ കൊടുത്തില്ല. ആ പ്രവചനങ്ങളൊക്കെ അക്ഷരികമായ നിലയിൽ അവർ വില കൊടുത്തതിനെ സ്വീകരിക്കുകയോ അവനെ ബഹുമാനിക്കുകയോ ചെയ്തില്ല എന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, അവൻ പറഞ്ഞതായ പ്രവചനങ്ങൾ എല്ലാം തന്നെ അക്ഷരികമായിട്ട് നിവർത്തിക്കപ്പെട്ടു. ഇസ്രായേലിനോടുള്ളതായ പ്രവചനങ്ങൾ, മറ്റ് രാജ്യങ്ങളോടുള്ളതായ പ്രവചനങ്ങൾ, അതുപോലെ തന്നെ ഇനി വരുവാനുള്ള പ്രവചനങ്ങൾ, ഇതൊക്കെയും മനസ്സിലാക്കി ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇസ്രായേൽ ഒരു വലിയ പ്രവാചകനായിട്ടാണ് എസെക്കിയേലിനെ കണക്കാക്കുന്നത്. ഇവിടെ പറഞ്ഞിരുന്നത് പോലെ അന്ന് കണക്കാക്കിയില്ല എങ്കിൽ തന്നെയും ഇന്ന് ഒരു വലിയ പ്രവാചകനായിട്ട് ഇസ്രായേൽ എസെക്കിയേലിനെ കണക്കാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്തും നമ്മളുടെയും സ്ഥിതി ഒരു പക്ഷേ ഇങ്ങനെയാണെന്ന് തോന്നിയേക്കാം. ഈ ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്നതായ ജനങ്ങൾ സുവിശേഷമോ സത്യവചനങ്ങളോ അറിയിക്കുമ്പോൾ നമ്മളെ പുച്ഛിക്കുകയും അത് കേൾക്കാതെ തള്ളിക്കളയുകയും മത്സരഗ്രഹങ്ങളായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. എങ്കിൽ തന്നെയും നമ്മളുടെ ചുമതലയാണ് ഈ ദൈവത്തിൻ്റെ വചനവും രക്ഷാ സന്ദേശവും മറ്റുള്ളവരെ അറിയിക്കണം. അവർ കേട്ടാലും കേട്ടില്ല എങ്കിലും അവർ മത്സരികളിലാണെങ്കിൽ തന്നെയും നമ്മൾ പറഞ്ഞിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതുപോലെ ഒരു കാലത്ത് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ സകല ജനത്തിൻ്റെയും അവരുടെ മുട്ടുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളയും എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനമുണ്ട്. അന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ പ്രാഗൽഭ്യത്തോടെ ദൈവമക്കളായി നിൽക്കും. അന്ന് സകല ജനവും മനസ്സിലാക്കും, ഇതൊരു രക്ഷകൻ്റെ ദൂതായിരുന്നുവല്ലോ, ദൈവം അയച്ചതായ മക്കളാണല്ലോ എന്നോടൊന്ന് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായ കാലം വളരെ വിദൂരമല്ല എന്നുള്ളതോർത്ത് നമ്മളുടെ ദർശനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഒക്കെ വളരെ 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 ഉത്തരവാദിത്തത്തോടുകൂടെ മുൻപോട്ട് പോകേണ്ടതാണ്, പറയേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളതായ വിഷയം. പ്രൈസ് ഗോഡ്.
ഇനിയും 3:14 നമ്മൾക്ക് കടന്നു വരാം. 3:14 വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി, ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർക്കുന്നിടത്ത് തന്നെ എത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. 14-ാമത്തെ വാക്യം തുടരുന്ന എങ്ങനെയാണ്: ഈ മുമ്പേ പറഞ്ഞതായ കെരൂബ്, ദൈവത്തിൻ്റെ ശക്തിയേറിയ ആത്മാവ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷമായിട്ട് ഈ ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ അവനെ ഈ നിലത്ത് നിന്നും ഈ ആത്മാവ് പൊക്കി എടുത്തുകൊണ്ട് എവിടേക്കാണ് പോയത്? അവരെ പോയത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്: ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി, യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേബാർ നദീതീരത്ത്. അപ്പോൾ ചില സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കേബാർ നദീതീരത്ത് ജനങ്ങളൊക്കെ പാർക്കുന്നു, പ്രവാസികളൊക്കെ പാർക്കുന്നതായ സ്ഥലമാണ്. അവിടെയാണ് കൂടാരം അടിച്ചിരിക്കുന്നത്. അവിടെയുള്ളതായ ജനത്തിൻ്റെ ഇടയിലേക്ക് തന്നെ ആത്മാവ് കൊണ്ടുവന്നിട്ട് കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർക്കുന്നിടത്ത് തന്നെ ഞാൻ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ എടുത്തുകൊണ്ട് പോയി. ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുമോ എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചേക്കാം. ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിലിപ്പോസ് ഷണ്ണൻ എന്ന് പറയുന്ന എത്യോപ്യക്കാരൻ മന്ത്രിയോട് സുവിശേഷം അറിയിച്ചതിന് ശേഷമായിട്ട് ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കേട്ടു, അവൻ അനുസരിച്ചു. അവനെ ജലത്തിൽ മുഴുവനായിട്ട് മുക്കി സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിക്കഴിഞ്ഞപ്പോൾ അവനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി അപ്രത്യക്ഷനായി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നതായ അനുഭവങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണുവാനായിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുകയും നമ്മളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ളതായ സംഭവങ്ങൾ നടക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ കാലത്തങ്ങ് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ളതായ ഒരു സാധുവായ ഒരു ഉപദേശിയായിരുന്നു കാരമ്മേലിൽ മത്തായിച്ചൻ എന്ന് പറയുന്നതായ ആൾ. പെന്തക്കോസ്തിൻ്റെ ആദ്യത്തെ കാലങ്ങളിൽ 1940-കളിലാണെന്ന് തോന്നുന്നു ആ ഉണർവൊക്കെ വന്നത് അഭിഷേകത്തിൻ്റെ ശക്തിയോട് ഇവിടെ ജീവിക്കുന്നതായ സമയങ്ങളിൽ. അന്ന് വള്ളമോ അങ്ങനെയുള്ളതായ വാഹനങ്ങളോ ഒന്നുമില്ല. താൻ യോഗം കഴിഞ്ഞതിന് ശേഷമായിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ ആറ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു തോട് വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ഇക്കരെ കടക്കുവാനായിട്ട് നിവൃത്തിയില്ല. താൻ അവിടെ അക്കരെ ഇരുന്നു കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് അക്കരയ്ക്ക് പോകണം, എൻ്റെ വീട്ടിൽ പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നപ്പോൾ താൻ ഇതാ ഇപ്പക്കരയിൽ ഇരിക്കുന്നു എന്നുള്ളതായ ചരിത്രം ഞങ്ങളുടെ നാട്ടിലുള്ളതായ എല്ലാവർക്കും അറിയാം. ഉണ്ണുണ്ണി സാറും തൻ്റെ ജീവചരിത്രത്തിലും പുസ്തകത്തിലും ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സംശയിക്കേണ്ടതായ കാര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഗോഡ്. 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ യെരുശലേമിനെ കുറിച്ചുള്ളതായ ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതല്ല, മൂന്നാം അധ്യായത്തിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? 17-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. നമ്മളെയൊക്കെയും ഈ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഈ നാടിൻ്റെ കാവൽക്കാരാക്കിയിരിക്കുകയാണ്. പ്രകാരം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്,
ഇങ്ങനെയാണ്, തൻ്റെ അകൃത്യത്തിൽ അവൻ മരിച്ചാൽ അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നമ്മളുടെ ചുറ്റുപാടുമുള്ളവരോട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ രക്ഷയുടെ വചനങ്ങളും അറിയിക്കണം. അവനത് സ്വീകരിക്കാതെ അവൻ്റെ അകൃത്യത്തിൽ പാപത്തിൽ മരിച്ചു പോയാൽ നമ്മൾക്ക് യാതൊരു കുറ്റവുമില്ല, അതിൽ നിന്ന് നമ്മൾ വിമോചിതരാണ്. എന്നാൽ നമ്മളുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് സുവിശേഷം അറിയിക്കാതെ ഇരുന്നാൽ, ഇങ്ങനെയുള്ളതായ ഒരു സത്യം അറിയാതെ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ പറയേണ്ട സ്ഥാനത്ത് അറിഞ്ഞുകൊണ്ട് പറയാതെ ഇരുന്നാൽ അതിൻ്റെ കുറ്റം നമ്മളോട് ചോദിക്കും എന്നാണ് ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വേഗം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ 4-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ യെരുശലേമിൻ്റെ മേൽ വരുന്നതായ ന്യായവിധിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോരോ ന്യായവിധികളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എല്ലാം നമ്മൾക്ക് വായിക്കുന്നതിനുള്ളതായ സമയമില്ല. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ യെരുശലേമിനെക്കുറിച്ച് ദൈവം പറയുകയാണ്, സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയത് കൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിയാതെ എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും, നിനക്ക് കരുണ ലഭിക്കുകയില്ല. യെരുശലേമിനോട് പറയുകയാണ്, യെരുശലേമിൻ്റെ കുറ്റം ആയിട്ട് പറയുകയാണ്. അതിൻ്റെ മേലാണ് ദൈവം ജഡ്ജ്മെൻറ്റ് എടുക്കുന്നത്. യെരുശലേമിനെ നോക്കിക്കൊണ്ട് ഈ ന്യായം വിധിക്കുന്നതായ കാര്യം, നിൻ്റെ സകല മ്ലേച്ഛതകൾ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കി. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. അത് വളരെ അധികമായ ഒരു പാപമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലായിരിക്കണം. അപ്പോൾ യെരുശലേമിലെ വിശുദ്ധ മന്ദിരത്തെ അവർ അശുദ്ധമാക്കി പല രീതിയിൽ എന്ന് തുടർന്നുള്ളതായ അധ്യായങ്ങളിലൊക്കെ ലിസ്റ്റ് ബൈ ലിസ്റ്റായിട്ട് എഴുതി കാണിച്ചിട്ട് ഉള്ളത് നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിക്കാതെ, ദൈവം അവരെയൊക്കെ വളരെ ആദരിച്ചതാണ്. ശത്രുക്കളുടെ മുമ്പാകെ ഇത് ചെങ്കടൽ തുറന്നു, അതുപോലെ തന്നെ യോർദാൻ നദി അവർക്ക് വേണ്ടി രണ്ടായിട്ട് പിളർന്നു, ഒക്കെ ഇങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങളൊക്കെ നടത്തി ദൈവം ആദരിച്ചതായ ഒരു ജനമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ഇങ്ങനെ നീ എൻ്റെ വിശുദ്ധ ആലയത്തെ വിശുദ്ധീകരിക്കാത്തത് കൊണ്ട്, അശുദ്ധമാക്കിയത് കൊണ്ട് നിന്നെ ഞാൻ ആദരിക്കയില്ല. എൻ്റെ കടാക്ഷം, എൻ്റെ നോട്ടം നിൻ്റെ നിന്നും മാറ്റിക്കളയുന്നു. അത് മാത്രവുമല്ല, നിനക്ക് കരുണ കാണിക്കുവാനായിട്ട് ഞാൻ നിന്നോടുകൂടെ ഇല്ല. എൻ്റെ കരുണയെ നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യമാണ് ദൈവം അവിടെ കാണിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാം. 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കാഴ്ചയിൽ കണ്ടതായ ചില കാര്യങ്ങളൊക്കെ ദൈവം അവരെ നോട്ട് ചെയ്യുകയാണ്. അതിനകത്ത് പറയുന്നത് 8:3 തീഷ്ണതാ ബിംബം, അശേര പ്രതിഷ്ഠ മുതലായവ യെരുശലേമിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ തീഷ്ണതാ ബിംബം, അതുപോലെ തന്നെ അശേര പ്രതിഷ്ഠകളൊക്കെ ദൈവത്തിൻ്റെ ആലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചിരുന്നു. അതൊക്കെ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തതായ കാര്യമായിരുന്നു. ഐഡലേട്രി ആയിരുന്നു, ബിംബ ആരാധനയായിരുന്നു, ജാതികളുടെ പ്രാക്ടീസായിരുന്നു. അത് ചെയ്തത് കൊണ്ടാണ് ദൈവം ഈ പ്രവാസികളായിട്ട് നിങ്ങളെ വിട്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 8-16 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അവിടെ യെരുശലേം ദേവാലയത്തിൽ നടക്കുന്നതായ കാര്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. പല പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ സൂര്യനെ നോക്കി നമസ്കരിക്കുകയോ അതല്ല എങ്കിൽ ഈ പ്രാക്ടീസ് ഇന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് കിഴക്കോട്ട് നോക്കുക, കിഴക്കോട്ട് നോക്കി ആരാധിക്കുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ ദൈവം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ അവരെ അപലപിച്ചുകൊണ്ടാണ്. യാതൊരുവിധമായ പ്രശംസയും അവർക്ക് കൊടുക്കുന്നില്ല. ഇത് ദൈവത്തോടുള്ള ഭക്തി കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് എന്നെ ആദരിക്കുവാനല്ല,
പിന്നെയോ സൂര്യനെ ആദരിച്ച്, എൻ്റെ സൃഷ്ടിയായ സൂര്യനെ ആദരിച്ച് നിങ്ങൾ ബിംബാരാധികളാകുകയാണ് എന്നാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ഗോഡ്. യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കായിരുന്നു. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കിഴക്കോട്ട് നോക്കുകയോ കിഴക്കിന് പ്രാധാന്യം കൊടുക്കുകയോ സൂര്യന് പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നതായ പതിവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളതായ പതിവുകൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ അപലപിക്കുന്നതാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവം ഇതിനെ ആദരിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ളതല്ല. പിതാക്കന്മാർ ചെയ്ത എന്തോ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ തുടർന്ന് ചെയ്യുന്നുവെങ്കിൽ അതിന് ദൈവത്തിൽ നിന്നും യാതൊരു വിധമായ കരുണയും ലഭിക്കുകയില്ല. ദൈവം അതിനെ മാനിക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഒടുവിലെ 18-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ എൻ്റെ കണ്ണ് ആദരിക്കത്തില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും. ഈ ആലയത്തിലൊക്കെ ചെന്ന് വളരെ അത്യുച്ചത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കയില്ല എന്ന് അരുളി ചെയ്തു. അത് തീർത്ത് പറയുകയാണ്, കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയുകയാണ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അപേക്ഷ ഞാൻ കേൾക്കുകയില്ല പ്രിയപ്പെട്ടവരെ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പറയുന്നത്, പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ചാപ്റ്റർ 11 മുതൽ 24 വരെ നമ്മൾ നോക്കുമ്പോൾ പലവിധമായ സിംബൽസ്, പലവിധമായ ഉപമകൾ ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 14 മുതൽ 14 ഇവിടെ 14-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം മുതൽ ഉള്ളതായ ഭാഗങ്ങളിൽ ദൈവം ഒരു സത്യം തുറന്നു പറയുകയാണ്. പലപ്പോഴും നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായ ഒരു ഭാഗം അല്ലെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്നതായ ഒരു ചിന്തയ്ക്ക് എതിരാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് 14-ാമത്തെ വാക്യം, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിൽ എല്ലാവരും ദൈവ ഇഷ്ടം ചെയ്യാതെ നീതിമാന്മാരല്ലാതെ ജീവിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ ഈ പറയുന്ന നീതിമാന്മാരായ മനുഷ്യരുണ്ടായെന്നിരിക്കട്ടെ, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ ഉള്ളതായ പട്ടണത്തിൽ അവിടെ ചുറ്റുപാടുള്ളതായ ആൾക്കാർ ഇവരുള്ളതുകൊണ്ട് ആ പട്ടണത്തെ രക്ഷിക്കയില്ല എന്നാണ് ദൈവം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഇൻഡിവിജ്വലായിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അറിയണം, നിങ്ങൾ ദൈവത്തെ സേവിക്കണം, നീ ദൈവത്തിൻ്റെ മകനായി തീരണം, നിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമേ നീ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ എൻ്റെ അപ്പന് അല്ലെങ്കിൽ എൻ്റെ വല്യപ്പന് ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു, ദൈവത്തെ അറിയുന്നവരായിരുന്നു, ആ പാരമ്പര്യം കൊണ്ട് ജീവിക്കുവാൻ നോക്കിയാൽ പറ്റത്തില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത്. ഈ പാരമ്പര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നോഹ വലിയ ഈ പാരമ്പര്യമുള്ളവനാണ്, ദാനിയേൽ വലിയ പാരമ്പര്യമുള്ളവനാണ്, ഇയ്യോബ് വളരെ പാരമ്പര്യമുള്ളവനാണ്. ബൈബിളിൽ ഓരോ ബുക്സ് അവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ അവർ അവരുടെ ജീവനെ രക്ഷിക്കും. എന്നാൽ അവരുടെ കൊച്ചുമക്കൾ എന്ന നിലയ്ക്ക് രക്ഷിക്കപ്പെടാതെയുള്ളതായ മക്കളും കൊച്ചുമക്കളും ദൈവത്തിനില്ല. ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഭാഗം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതിൻ്റെ തന്നെ 19-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ക്രോധം രക്തരൂപേണ അതിൻ്റെ മേൽ പകർന്നാൽ നോഹയും ദാനിയേലും ഇയ്യോബും അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ
തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. ദൈവ ശിക്ഷയും ദൈവത്തിൻ്റെ ന്യായവിധിക്കും മുൻപിൽ നിൽക്കുമ്പോൾ ഈ ഈ പറയപ്പെടുന്നതായ നോഹയോ ദാനിയേലോ ഇയ്യോബോ പറയുകയാണെന്നിരിക്കട്ടെ, അതെൻ്റെ കൊച്ചുമകനാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ്, ആ കെയർ ഓഫിൽ ദൈവമേ അവരെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിടുതൽ ഇല്ല എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ കാണുന്നത്. ഓരോരുത്തരുടെയും സ്വന്തം നീതിയാൽ എൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടാൽ എനിക്ക് നീതീകരണമുണ്ട്. എൻ്റെ മക്കൾ അവർ തന്നെ ആ തീരുമാനമെടുത്ത് അവർ തന്നെ നീതീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നീതീകരിക്കപ്പെട്ട് മുൻപോട്ട് പോവുകയുള്ളൂ എന്നാണ് ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പലവിധമായ ഉപമകളൊക്കെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു മുന്തിരിവള്ളിയുടെ കാര്യമാണ്. അത് വളരെ ഫലം ഉള്ളതും നല്ലതുമായ ഒരു ചെടിയാണ് എങ്കിൽ തന്നെയും ഇവിടെ പറയുന്നത് മുഴുവൻ വായിക്കാതെ ഞാനങ്ങ് പറയുകയാണ്. അത് ഉണങ്ങുകയോ അത് നശിച്ചു പോവുകയോ ചെയ്ത് അതിൻ്റെ തീക്കിരയായി കഴിഞ്ഞാൽ അത് യാതൊരു വിശേഷതയും ഇല്ല. അതിൻ്റെ തടി കൊണ്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ ഭാഗങ്ങളും വേസ്റ്റായിട്ട് പോകുന്നു. അതുപോലെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രവും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ മുന്തിരിച്ചെടി പോലെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെയും ഒരു കഥയായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു അമ്മ തൻ്റെ പ്രസവിച്ച കുഞ്ഞിനെ ഉടൻ തന്നെ ആ രക്തത്തോടുകൂടെ ഉപേക്ഷിച്ച് വഴിയിലിട്ടിട്ട് പോയതായ ഒരു കഥ. എന്നാൽ ദൈവം ഇവിടെ പറയുന്നു, ഞാൻ ഇങ്ങനെ വഴിയെ കൂടെ പോയപ്പോൾ അങ്ങനെ രക്തത്തിൽ കുളിച്ച് മരിക്കാറായി കിടന്നതായ ആ പൈതലിനെ എടുത്തുകൊണ്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വേണ്ടതൊക്കെ പോഷകാംശങ്ങളൊക്കെ നൽകി ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, വളർന്നു വന്നു, ആഭരണങ്ങളൊക്കെ നൽകി കൊടുത്തു. വളരെ സുന്ദരിയായ ആ പെൺകുട്ടി വളർന്നു വന്നപ്പോൾ ഈ പിതാവിനെ ഓർക്കാതെ അവൻ്റെ വാക്കുകൾ കേൾക്കാതെ അവൾക്ക് തോന്നിയതുപോലെ ജാരന്മാരുടെ പുറകെ പോകുന്നതായിട്ടും അവൾ അങ്ങനെ ഐഡലേറ്ററി എന്നതായ പാപം ചെയ്തു പോകുന്നതായ അവളെ ദൈവം ശിക്ഷിക്കുന്നു. ക്രോധം അവളുടെ മേൽ വരുന്നു. വീണ്ടും മടങ്ങി വരുവാനായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടും കേൾക്കാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ശിക്ഷ എങ്ങനെയോ അതുപോലെയാണ് ഇസ്രായേലിൻ്റെ മേലുള്ളതായ ശിക്ഷ എന്നുള്ളതായ ആ ഒരു ചിത്രമാണ് അവിടെ ദൈവം തൻ്റെ വചനത്തിൽ കൂടെ വരച്ച് കാട്ടുന്നത്. അപ്പോൾ പാപികളായിരുന്ന നമ്മെ, രക്തം പുരണ്ടു കിടന്നിരുന്ന നമ്മെ വഴിയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ സേവിക്കുന്നവരായിട്ട് നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. അല്ലാതെ ദൈവത്തിന് ഹൃദയവേദന ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ ദൈവമക്കൾ ആരും തന്നെ ചെയ്യരുത് എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 18-ാം അധ്യായം ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ പാപം ചെയ്യുന്നതായ ദേഹി മരിക്കും എന്നുള്ളതാണ് തുടരെ വീണ്ടും വീണ്ടും പല ഭാഷകളിലായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. 20-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട. അപ്പൻ എങ്ങനെയായിരുന്നാലും, അവൻ്റെ കൊലപാതകനായിരുന്നാലും, കൊലയാളിയായിരുന്നാലും, കള്ളനായിരുന്നാലും, മോഷ്ടാവായിരുന്നാലും, എത്ര പാപം ചെയ്തവനായിരുന്നാലും ആ പാപം മകൻ വഹിക്കേണ്ടതായ കാര്യമില്ല. മകൻ ദൈവസന്നിധിയിലായാൽ അവൻ ദൈവത്തിൻ്റെ പുത്രനായിത്തീരും. അപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിച്ച് മുൻപോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് പാരമ്പര്യം നിന്നെ രക്ഷിക്കുകയില്ല, ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടു പോകും എന്നാണ് ഈ 18-ാം അധ്യായം മൊത്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾക്കെല്ലാം ഇൻഡിവിജ്വൽ
റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മോഡേൺ കാലത്ത് നമ്മൾക്ക് എല്ലാം നല്ല അറിവുള്ളവരാണ്, നമ്മൾക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുവാനായിട്ട് കഴിവുള്ളവരാണ്, നമ്മൾക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ഫോണിൽ കൂടെയും കമ്പ്യൂട്ടറിൽ കൂടെ ഒക്കെയും ഇൻഫർമേഷൻ കിട്ടുന്നു. കൂടാതെ ദൈവത്തിൻ്റെ വചനം ഇന്ന് എല്ലായിടത്തും ലഭ്യമാണ്. അങ്ങനെയുള്ളതായ ഈ കാലയളവിൽ ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അറിഞ്ഞിരിക്കുന്ന സത്യത്തെ നമ്മൾ പിന്തുടരണം എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 18-31 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അവിടെ ദൈവം പറയുന്നത് ഒരു പുതിയ ഹൃദയത്തെ ദൈവം തരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. പഴയ നിയമത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ ലോയും ചട്ടവുമാണ്. ആ ലോ അനുസരിച്ച് ഒരുത്തനും സ്വന്തമായിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം അന്ന് തന്നെ വാഗ്ദത്തം ചെയ്യുകയാണ് പ്രവാചകനിൽ കൂടെ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ തരും. നിങ്ങളുടെ കല്ലായിട്ടുള്ളതായ ഹൃദയമൊക്കെ ഒന്ന് മാറ്റും. അതൊക്കെ മാറ്റിയിട്ട് മാംസളമായിട്ടുള്ള ഒരു ഹൃദയത്തെ തരും. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ എന്നാണ് പ്രവചനമായിട്ട് പറയുന്നത്. ആത്മാവെന്ന് പറയുമ്പോൾ പഴയ നിയമകാലത്ത് ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു, ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ആത്മാവ് വന്നും പോയും ഇരുന്നു, തൻ്റെ ഭക്തന്മാരെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതുപോലെയല്ല. പരിശുദ്ധാത്മാവിനെ ധാരാളമായിട്ട് നമ്മളുടെ മേൽ പകർന്നു. അത് ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അന്ന് ആരംഭിച്ചതായ ആ വലിയ ഒഴുക്ക്, ജീവജലത്തിൻ്റെ നദി ഇതുവരെയും തീർന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 22-14 വാക്യം നമുക്ക് നോക്കാം. 22-14 വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉപദേശിമാരോ പ്രവചകന്മാരോ അല്ല പറയുന്നത്. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മാറാത്ത വചനമാണ് ചോദിക്കുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ഒരു നാള് ഉണ്ട്. ആ നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ധൈര്യത്തോടെ. ഞാൻ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചവനാണ്. അങ്ങനെ എൻ്റെ സകല പാപങ്ങളെയും മാറ്റിക്കളഞ്ഞവനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ധൈര്യത്തോടെ നിൽക്കും എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും ആ ഒരു ധൈര്യത്തോടുകൂടെ, കോൺഫിഡൻസോടുകൂടെ വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? സാധാരണയായിട്ട് ഈ കൈ ഇങ്ങനെ വിറയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയമുള്ളവർക്കാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ്. എന്നാൽ നമ്മളുടെ വിശുദ്ധ കൈകളെ ഉയർത്തിക്കൊണ്ട് നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ഓരോ സമയവും പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, കോൺഫിഡൻസ് ഉള്ളവരായിരിക്കണം, വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ അറിയിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. 22-ാം അധ്യായത്തിൻ്റെ 30 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുന്നതായ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. യഹോവ ഈ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് ഒരു പുരുഷനുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹത്തോടുകൂടെ. അതിനുവേണ്ടിയാണ് ഈ എസെക്കിയേൽ പ്രവാചകനെ ദൈവം വിളിച്ച് വരുത്തുന്നത്. നീ ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. എനിക്കറിയാം അവർ മത്സരികളാണ്,
അവർ നിന്നെ ഇഷ്ടപ്പെടത്തില്ല, അവർ നിന്നെ പരിഹസിക്കും, നിൻ്റെ ജീവിതം കഷ്ടപ്പാടിൽ കൂടെ പോകേണ്ടി വരും. എന്നാൽ എനിക്ക് വേണ്ടി കഷ്ടപ്പാട് നീ സഹിച്ചാൽ നീ എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷനായിരിക്കും. അനേകരെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുവാനായിട്ട് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും എന്നുള്ളതാണ് ഇടിവിൽ നിൽക്കുന്നതായ കാര്യം. നമ്മളുടെയും ഇന്നത്തെ കാലത്തും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമേറിയതായ ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഇനിയും 25-ാമത്തെ അധ്യായം മുതൽ 32-ാമത്തെ അധ്യായം വരെ ജാതികളുടെ ഇടയിലുള്ളതായ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചുറ്റും ഉള്ളതായ രാജ്യങ്ങളുടെ മേൽ ഉള്ളതായ ന്യായവിധിയാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 25-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 25-ാമത്തെ അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതാൽ മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്, കർത്താവിൻ്റെ ന്യായവിധി നിനക്ക് വരുവാനായിട്ട് പോകുന്നു. എൻ്റെ ജനമായ ഇസ്രായേലിനെ നിങ്ങൾ എതിർത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതുകൊണ്ട്, അവരോട് യുദ്ധം ചെയ്തതുകൊണ്ട്, അവരുടെ ശത്രുവായി നിൽക്കുന്നത് കൊണ്ട് നിൻ്റെ മേലിതാ ന്യായവിധി വരുവാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അറിയാം, തൻ്റെ ജനമായ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ഓമന മകനെപ്പോലെ, അല്ലെങ്കിൽ ഒരു ഭാര്യയെപ്പോലെ, അല്ലെങ്കിൽ ഒരു കാന്തയെപ്പോലെ സ്നേഹിച്ചതായ ഇസ്രായേലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് വരുമ്പോൾ അവരെ എതിർത്തതായ അനേക ജാതികളുണ്ട്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു, ഇവർ വളരെ ക്ഷീണിച്ചവരായിരുന്നു, യാത്രയിൽ ക്ഷീണിച്ചവരായിരുന്നു, സ്വന്തം ദേശമില്ലാത്തവരായിരുന്നു, സ്വന്തം ആഹാരം കയ്യിലില്ലാത്തവരായിരുന്നു, വെള്ളമില്ലാത്തവരായിരുന്നു, പോകുവാനുള്ള വഴിയില്ലാത്തവരായിരുന്നു. അപ്പോഴേ പല ജാതീയ രാജ്യങ്ങളും അവരെ ആക്രമിച്ചതായിട്ട് കാണുന്നു. ദൈവം അതിനൊക്കെയും എണ്ണി പകരം കൊടുത്തതായിട്ടാണ് പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അമ്മോന്യർ എന്ന് പറയുന്നവർ ഈ യെരുശലേമിൻ്റെ ശത്രുക്കളായിട്ട് ഉള്ളവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അവരുടെ മേലുള്ള ന്യായവിധി നീ വിളിച്ചു പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യെസക്കിയേലിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 25-ന്റെ 9-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഞാൻ മോവാബിൻ്റെ പാർശ്വത്തെ അതിൻ്റെ അതിർത്തിയുള്ള പട്ടണങ്ങളായി ദേശത്തിൻ്റെ മഹത്വമായ തുടങ്ങി അങ്ങനെ ഉള്ളതായ ആ മോവാബിന് എതിരെ ഉള്ളതായ ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അമ്മോന്യരെക്കുറിച്ചുള്ളതായ ന്യായവിധി, മോവാബിയരെക്കുറിച്ചുള്ളതായ ന്യായവിധി ഒക്കെ നമ്മൾക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി 26-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, സോർ എന്ന് പറയുന്നതായ പട്ടണം വളരെ അതിക്രമം ചെയ്തതായ ഒരു പട്ടണമാണ്. ആ പട്ടണത്തെക്കുറിച്ചുള്ളതായ ന്യായവിധി വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ്. 26 മുതലുള്ളതായ അധ്യായങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോർ പ്രഭു, സോറും സീദോനും എന്നുള്ള പട്ടണങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും വളരെ പ്രാവശ്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എൻ്റെ കൈ സോരിന് വിരോധമായിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 26-ന്റെ 5-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വാക്കുണ്ട്. 26-ന്റെ 5, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് രാജാതിരാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചവരോടും കൂടെ ജനസമൂഹത്തോടും കൂടെ വളരെ പടജനത്തോടും കൂടെ സോരിന് നേരെ വരുത്തും. അവൻ നാട്ടിൻപുറത്തുള്ളതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിൻ്റെ നേരെ കൊത്തളം പണിത് വാട കോരി നിൻ്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിൻ്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിങ്ങളുടെ ഗോപുരങ്ങളെ തകർത്തുകളയും. അവൻ്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞു കിടന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിൻ്റെ ഗോപുരങ്ങൾ കൂടെ കടക്കുമ്പോൾ കുതിരച്ചവരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിൻ്റെ മതിലുകൾ കുലുങ്ങിപ്പോകും എന്ന് തുടങ്ങി ഇങ്ങനെ വളരെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്
ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 26-ന്റെ വാക്യം അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതെയാക്കും, നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല, ഞാൻ നിന്നെ വെറും പാറയാക്കും, നീ വല വിരിപ്പാനുള്ള സ്ഥലമായിട്ട് തീരും, ഇനി നിന്നെ ആരും പണികയില്ല, യഹോവയായ കർത്താവ് അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ സോർ, സീദോൻ എന്നീ പട്ടണങ്ങൾ വളരെ പ്രസിദ്ധമായ പട്ടണങ്ങളായിരുന്നു ആ കാലത്ത്. പ്രത്യേകിച്ച് മ്യൂസിക്കിനോടുള്ള ബന്ധത്തിൽ വലിയ പാട്ടും ബഹളവും മ്യൂസിക് കച്ചേരികളൊക്കെ ഉള്ളതായ സ്ഥലമായിരുന്നു. സമുദ്രത്തിൻ്റെ നടുവിലുള്ളതായ ഒരു ദ്വീപായിരുന്നു സോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അതുവഴി കടന്നു വരികയും എല്ലാവിധമായ സാധനങ്ങളും അവിടെ ലഭിക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളതായ വിശിഷ്ട സ്ഥാനങ്ങൾ കൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായ സ്ഥലമായിരുന്നു, ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു അത്. അതുകൊണ്ട് അവിടെയുള്ളവർ ആവശ്യമായ പണം സമ്പാദിക്കുകയും അതിൻ്റെ ആ ലക്ഷറിയിൽ അവർ ജീവിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അത് തന്നെയുമല്ല, ഈ എല്ലാവിധമായ മ്ലേച്ഛതകളും അവിടെ ആ സോറിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മ്യൂസിക് മുതലായ കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പറയുകയാണ്, സോറിനെ നിന്നെ വെറും പാറയാക്കി തീർക്കും, ജസ്റ്റ് വല വിരിക്കുവാൻ വേണ്ടി മാത്രമേ ഇതിനെ കൊള്ളത്തുള്ളൂ എന്ന് പറയുന്നു. അതുതന്നെയല്ല, നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഈ നെബൂഖദ്നേസർ രാജാവ് തന്നെ അവിടേക്ക് കടന്നു വന്ന് നിന്നെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും എന്നുള്ളതായ ആ പ്രവചനം നിവൃത്തിയായിട്ട് തീർന്നു. അതിനെ നശിപ്പിച്ചു. അതിനുശേഷമായിട്ട് വീണ്ടും അലക്സാണ്ടർ മഹാരാജാവ് വീണ്ടും പിന്നീട് കടന്നു വന്ന് അതിനെ മൊത്തമായിട്ട് നശിപ്പിച്ചു. അവിടെ വെറും പാറയായിട്ട് ഇന്ന് അവശേഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഈ കപ്പർന്നഹൂമിനോടൊക്കെ പറഞ്ഞതായ വാക്കുകളൊക്കെ എത്രമാത്രം പ്രസംഗങ്ങളും എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നിൻ്റെ മധ്യത്തിൽ ഞാൻ ചെയ്തു, എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, ഈ ഞാനീ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സോറിലും സീദോനിലും ചെയ്തിരുന്നുവെങ്കിൽ അവരൊക്കെ എന്നെ രക്ഷപ്പെട്ടു പോയേനേയും എന്ന് പറയുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സോറിൻ്റെ വീഴ്ച അത് ദൈവം അന്ന് തന്നെ നിശ്ചയിച്ചതാണ്. അതെങ്ങനെ സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ നോക്കിയാൽ നമ്മൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. 27-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് സോറിനെക്കുറിച്ച് പറയുന്നത്? യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സോരേ, നീ പൂർണ്ണ സുന്ദരിയാകുന്നുവെന്ന് നീ പറഞ്ഞിരിക്കുന്നു, നിൻ്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു, നിന്നെ പണിതവർ നിൻ്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു മുതലായ കാര്യങ്ങൾ. ഇങ്ങനെ എത്രമാത്രം മനോഹരമാക്കിയാലും എത്രമാത്രം ഉന്നതമായ രീതികളിൽ അവർ ചെയ്താലും എല്ലാം നശിച്ചു പോകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 28-ന്റെ 1-ാമത്തെ വാക്യം വീണ്ടും സോറിനോട് പറയുകയാണ്. സോർ പ്രഭു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാമായിട്ട് ചേർത്തുകൊണ്ട് ജനങ്ങളെ വഷളത്തിൽ നയിക്കുന്നതായ സോർ ദ്വീപും അവിടുത്തെ സോർ പ്രഭുവും എന്നുള്ളതായ വാക്ക് തുടങ്ങിക്കൊണ്ടാണ് 28-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടതെന്നാൽ. ആരാണ് ഈ സോർ പ്രഭു എന്ന് പറയുന്നത്? പറയേണ്ടത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ ഹൃദയം നിഗളിച്ചു പോയി. അപ്പോൾ ഹൃദയം നിഗളിച്ച ഒരു പ്രഭുവിൻ്റെ ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോറിൻ്റെ ഹൃദയം നിഗളിച്ചു. എല്ലാ രീതിയിലും സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, പ്രതാപം കൊണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളതായ വിസിറ്റേഴ്സ് കൊണ്ട്, അങ്ങനെയുള്ളതായ എല്ലാ കാര്യങ്ങളും ഉള്ളതായ ഹൃദയം നിഗളിച്ചതായ ഒരു പ്രഭുവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോർ പ്രഭു അല്ലെങ്കിൽ സോർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദേവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചത് കൊണ്ട് നീ ദാനിയേലും ജ്ഞാനിയല്ലോ. അപ്പോൾ ജ്ഞാനത്തിലൊക്കെ വളരെ ഉന്നതനാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ ഉന്നതമായ സ്ഥാനം വേണമെന്നുള്ളതായ ആഗ്രഹത്തോടെ നിഗളം എന്നുള്ളതായ
ആ ഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ജീവിച്ചതായ പട്ടണമാണ് സോറ്. അവിടെ ആ പ്രഭുവാണ് സോറിലെ പ്രഭു. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു കാര്യം നമ്മൾ ആ അധ്യായത്തിൻ്റെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ പിശാചിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് പലപ്പോഴും ഉള്ളതായ ചോദ്യമാണ്. ആരാണ് പിശാചിനെ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് പിശാച് വന്നത് എന്നുള്ളതായ ചോദ്യമൊക്കെ. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾക്കില്ല എങ്കിൽ തന്നെയും ഈ എസെക്കിയേൽ പ്രവാചകൻ അതിൻ്റെ ഒരു പിക്ചർ നമ്മൾക്ക് തരുന്നുണ്ട്. ഈ 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ളതായ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? സോർ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ്? നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആയിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക്, ദൈവത്തെ ആരാധിക്കുന്നതിനുള്ളതായ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കെരൂബിനെയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബ് ആയിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നീ അന്തർഭാഗം സാഹസം കൊണ്ട് നിറച്ചു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കരൂപെ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ ജ്ഞാനത്തെ വഷളാക്കി എന്നാണ് ഈ കെരൂബിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് അപ്പോൾ ഈ കെരൂബ് ഈ ദൈവസന്നിധിയിലുള്ളതായ ഒരു കെരൂബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹംഭാവം ഉണ്ടായതായിട്ട് നമ്മൾക്ക് കാണുന്നു. അവിടെ എന്താണ് കാണുന്നത്? അവൻ്റെ ജീവിതത്തിൽ നിഗളമുണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ എൻ്റെ സിംഹാസനം വെക്കും എന്നുള്ളതായ അഹങ്കാരവും നിഗളവും ഉണ്ടായത് കാരണമാണ് അവൻ ദൈവസന്നിധിയിൽ നിന്നും തള്ളിയിടപ്പെട്ടു, അല്ലെങ്കിൽ വെട്ടി താഴേക്ക് ഇട്ടു എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്രമാത്രം സ്വാധീനവും കഴിവും മനോഹാരിത്വവും എല്ലാം ഉണ്ടായിരുന്നതായ ആ ഒരു കെരൂബിനെയാണ് ദൈവസന്നിധിയിൽ നിന്നും വെട്ടി താഴേക്ക് ഇട്ടത്. അവനാണ് പിശാചായി തീർന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്നാൽ ഈ കെരൂബിനെക്കുറിച്ചുള്ളതായ ഡിസ്ക്രിപ്ഷന് എല്ലായിടത്തും കാണുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ കെരൂബിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. യെശയ്യാ പ്രവചനം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? യെശയ്യാ പ്രവചനം 14:12-13 എന്നുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? അപ്പോൾ ഈ പിശാചിനോട് ചോദിക്കുകയാണ്, അരുണോദയപുത്രനായിരുന്നു നീ എങ്ങനെയാണ് ഈ ആകാശത്ത് നിന്ന് വീണത്? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും എന്ന് അവൻ പറഞ്ഞു. കാരണം നിഗളം മൂലം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം വെക്കുമെന്ന് അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതറിഞ്ഞിട്ടാണ് ഈ സംഭവം ഉടനെ തന്നെ നടന്നത്. ഉത്തരദിക്കൻ്റെ അതിർത്തിയിൽ സമാഗമന കൂടാരത്തിന്മേൽ ഞാൻ ഇരുന്നരുളും എന്ന് പറയുന്നതായ ആ കാര്യമാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്.
അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 14 അധ്യായത്തിൻ്റെ 17 വാക്യം മുതൽ നമ്മൾക്ക് കാണുന്നതായ ഒരു ഭാഗമുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിങ്ങനെയാണ്: തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്യുന്നവൻ ഇവനല്ലയോ. ഈ പിശാചിനെക്കുറിച്ച് പറയുകയാണ്. പിശാചിനെയും കൂട്ടരെയും കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്: തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുന്നവൻ ഇവരല്ലയോ. ദൈവത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയവർ, പാപം ചെയ്യിച്ചുകൊണ്ട് ചതിവിൽ കൂടെ തൻ്റെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതായ ആ പിശാചിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ അവരെ ബദ്ധരാക്കി വച്ചിരിക്കുന്ന ഒരു പിശാചുക്കളുണ്ട്. ആ പിശാചുക്കളുടെ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പറയുന്നത് തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മളുടെ ഈ ലോകത്തിൽ രക്ഷപ്പെടാതെ, സ്വാതന്ത്ര്യം പ്രാപിക്കാതെ പിശാചിൻ്റെ കണിയിൽ കിടക്കുന്ന അനേകം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഈ സത്യം. അഥവാ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെയും രക്ഷ പ്രാപിക്കാതെയും ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എവിടെയാണ്? അവരെല്ലാവരും ഈ പിശാച് അഴിച്ചുവിടാതെ ബദ്ധന്മാരാക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. നമ്മളൊന്നും ആ കൂട്ടത്തിൽ നിൽക്കുവാനുള്ളവരല്ല. ആ ബദ്ധന്മാരുടെ കൂട്ടത്തിലിരിക്കാതെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ മക്കളായി തീരേണ്ടവരാണ് നമ്മൾ എന്നാണ് ഈ വചനത്തിൽ നിന്നും നമ്മൾ ഓർക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് അതിൻ്റെ എല്ലാം ഉത്തരവാദി ആരാണ്? വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്യുന്നവൻ ഇവനല്ലയോ. ഈ നമ്മൾ പറഞ്ഞതായ അന്ന് നാശത്തിൽ പോയതായ ഖെരൂബാണ്, അല്ലെങ്കിൽ ആ പിശാചും അവനോട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടരുമാണ്. അവനാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദി. അവൻ്റെ കൂടെ നിൽക്കരുത്, അവൻ എന്നതേക്ക് നശിച്ചു പോകുന്നവനാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ 70 പേരെ നിങ്ങൾ പോയി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയണം, ദൈവരാജ്യത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലായിടത്തും പോയി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് മടങ്ങി വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, അപ്പോൾ പിശാചുക്കളൊക്കെ ഇങ്ങനെ നിലത്തേക്ക് വീണു എന്ന് പറഞ്ഞപ്പോൾ അവിടെ യേശു പറയുന്നതായ ഒരു വാക്കുണ്ട്. അവിടെ ഇങ്ങനെയാണ്: അതിന് യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്നും വീഴുന്നത് ഞാൻ കണ്ടു. പുതിയ നിയമത്തിലാണ് യേശുക്രിസ്തു ഇത് പറയുന്നു എങ്കിൽ തന്നെയും തൻ്റെ ഓർമ്മ ആ പഴയ സമയത്തേക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ആ കണ്ണ്, ആ ഓർമ്മ അതിലേക്ക് പോയിട്ട് പറയുകയാണ്, അന്ന് ആ നിഗളിച്ചതായ ഖെരൂബിനെ വെട്ടി താഴ്ത്തി അവൻ നിലത്തേക്ക് വീണതായ മിന്നൽ പോൽ വീഴുന്നതായ കാഴ്ച ഞാൻ അന്ന് കണ്ടതാണ്. ഇന്നും നിങ്ങൾക്ക് ആ ശക്തി നിങ്ങൾക്ക് തരും. അതിൽ വിശ്വസിക്കുക, ഉറയ്ക്കുക എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 34 അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 34 അധ്യായം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? അവിടെ നല്ല ഇടയൻ്റെ ഒരു വിശദീകരണമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്കുക. നീ പ്രവചിച്ചവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. തങ്ങളെ തന്നെ മേയിക്കുന്ന ഇടയന്മാരെന്ന് പറയുമ്പോൾ ആടുകളെ മേയിക്കേണ്ടവരാണ്. ആടുകളെ അറുത്ത് തിന്നേണ്ടവരല്ല. തങ്ങളുടെ ആരോഗ്യത്തിനും തങ്ങളുടെ പുഷ്ടിക്കും വേണ്ടി ഇടയന്മാരെ അതിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റേണ്ടവരല്ല ഇടയന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അവന് ക്ഷീണിച്ചിരിക്കുന്നതിനെ
തോളിൽ വഹിച്ചുകൊണ്ട് പോകുന്നവനാണ്. മുടന്തുള്ളത്, കാലൊടിഞ്ഞതിനെ ഒക്കെ തോളിൽ വഹിച്ചുകൊണ്ട് പോകുന്ന നല്ല ഇടയനായിട്ടുള്ള ചിത്രമാണ് യേശുക്രിസ്തുവിൽ നമ്മൾക്ക് കാണുവാനായിട്ട് ഉള്ളത്. തള്ളയെ പതുക്കെ നടത്തിക്കൊണ്ട് പോകുന്നതായ കരുണയുള്ളവൻ, ആർദ്രതയുള്ളവൻ, സ്നേഹമുള്ളവൻ, കരുതലുള്ള ഇടയന്മാർ. അങ്ങനെയുള്ള ഇടയന്മാരെയാണ് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ദൈവം ആഗ്രഹിക്കുന്നത്. സഭയുടെ പരിപാലകന്മാരായിട്ട് ആക്കിയിരിക്കുമ്പോൾ അങ്ങനെ കരുണയും ആർദ്രതയും ജനങ്ങളോട് കരുതലും ഉള്ള, അതിനുവേണ്ടിയാണ് ഇടയന്മാരെ ആക്കിയിരിക്കുന്നത് എന്നാണ് ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആടുകളുടെ വലിയ ഇടയനായ യേശു എന്നാണ്. യേശുവിനെക്കുറിച്ച് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ഇടയനായിട്ടാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദാവീദ് പറഞ്ഞു. കാരണം ദാവീദിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. തൻ്റെ ആടുകളെ നല്ല ഒരു ഇടയൻ എന്നുള്ളതായ നിലയിൽ അതിനെ മേയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താണ്. സിംഹങ്ങളുടെയും കരയുടെയും വായിൽ നിന്ന് തൻ്റെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് ഓടിച്ചെന്ന് അതിനെ പിടിച്ച് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന നല്ല ഇടയനാണ്. അപ്പോൾ ആ നല്ല വലിയ ഇടയനെ പിൻപറ്റുന്നതായ ഈ ലോകത്തിലുള്ള എല്ലാ ഇടയന്മാരും വളരെ കരുണയുള്ളവരായിരിക്കണം. തങ്ങളെ തന്നെ മേയിക്കുന്നവരാകാതെ ആടുകളെ മേയ്ക്കുന്നവരായിരിക്കണം എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. 37-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ഒരധ്യായമാണ്. നമ്മളെല്ലാവരും ആ അധ്യായത്തിലുള്ളതായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അസ്ഥികളുടെ താഴ്വര എന്നുള്ളതാണ് അവിടുത്തെ ആ വിഷയം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ട് സമയം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അന്നത്തെ കാലത്തുള്ളതായ ഇസ്രായേലിനുള്ളതായ അന്നത്തെ ഒരു മെസ്സേജാണ് ഇത്. നിങ്ങളെ ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ യഹൂദയിൽ നിന്നും ഇതാ നെബൂഖദ്നേസർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങളെല്ലാം മുടിഞ്ഞു പോയിരിക്കുന്നു. ഒത്തിരി പേരൊക്കെ വാൾ നിരയായി തീർന്നു. ഈ താഴ്വരയിലെ അസ്ഥികൾ പോലെ നിങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു, ജീവനില്ലാത്തവരായി തീർന്നിരിക്കുന്നു. എല്ലാം അസ്ഥികൾ ചെറിയ പല പല കഷ്ണങ്ങളായി തീർന്ന് ഒന്നും കൂട്ടിച്ചേർക്കുവാൻ കഴിവില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ എല്ലാവരെയും മടക്കി ചേർക്കും. ദൈവത്തിൻ്റെ വചനം മൂലം ഞാനത് മടക്കി ചേർക്കും. ആത്മാവ് മൂലം നിങ്ങളെ മടക്കി ചേർക്കും എന്നുള്ളതായ അന്നത്തെ പ്രവചനം പല നിലകളിലായിട്ട്, പല സ്റ്റേജുകളിലായിട്ട് യഹൂദന്മാരെല്ലാം മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മിറഷ്യയിൽ നിന്നും അതുപോലെയുള്ളതായ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ യഹൂദന്മാർ യെരുശലേമിലേക്കും യഹൂദയിലേക്കും ഇസ്രായേലിലേക്കും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒടിഞ്ഞതായ അസ്ഥികൾ, ചിതറിക്കിടക്കുന്നതായ അസ്ഥികൾ, ഈ അന്ത്യകാലത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഒരു നിത്യസത്യമായിട്ട് നമ്മൾക്ക് കാണണം. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇസ്രായേലിനോട് ഉള്ളതായ ഒരു പ്രവചനമായിരുന്നു അക്ഷരികമായ രീതിയിൽ. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ദൈവമാണ് എന്നുള്ളതായ വചനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നിത്യസത്യമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ വരും കാലങ്ങളിൽ പല പല സ്റ്റേജുകളിലായിട്ട് ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെല്ലാവരും, ജനങ്ങളെല്ലാവരും ഇസ്രായേലിലേക്ക് ആ ചിതറിയതായ അസ്ഥികൾ മടങ്ങി വരുന്നത് പോലെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 38-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ചില രാജ്യങ്ങളെക്കുറിച്ചാണ്. അവസാന സമയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വലിയ യുദ്ധമുണ്ടാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പരസ്യമായ അതിന് വരവിന് മുമ്പായിട്ട് ഈ രാജ്യങ്ങളെല്ലാം രണ്ട് നിരകളായി തീരും. ഇസ്രായേലിന് എതിരായിട്ട് തീരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം 38-ാം അധ്യായത്തിൽ പറയുന്നത്, രോശെ, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ മുഖം തിരിച്ച് നീ അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ റഷ്യയും അവൻ്റെ കൂട്ടരും ഇസ്രായേലിന് എതിരായിട്ട് കടന്നു വരും.
അങ്ങനെ ഹർമഗദോൻ എന്ന് പറയുന്ന ആ വലിയ മഹായുദ്ധത്തിൽ ഈ നാച്ചുറൽ കലാമിറ്റീസ് അയച്ചിട്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേൽ അവിടെ ജയം വരിക്കും. ഈ റഷ്യയും അതിൻ്റെ കൂട്ടരും ഒക്കെ അവിടെ തോറ്റു പോകും, നശിച്ചു പോകും എന്നുള്ളതാണ് ഈ 38 അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 38, 39 മുതലായ അധ്യായങ്ങളിൽ അന്തിമ വിക്ടറി ഇസ്രായേലിന് ആയിരിക്കും എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 40 അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൻ്റെ മേൽ നിർത്തി. അതിൻ്റെ മേൽ തെക്ക് മാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 40 അധ്യായത്തിൽ ഇവിടെ മറ്റൊരു ദിശയിലേക്കാണ് പ്രവചനം മാറുന്നത്. ആദ്യം ഇസ്രായേലിനെ കുറിച്ചുള്ളതായ ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചതായ കുറേ അധ്യായങ്ങൾ. 2ാമത് ഇസ്രായേലിൻ്റെ ശത്രുക്ക രാജ്യങ്ങളോടുള്ളതായ ന്യായവിധിയുടെ പ്രവചനങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അതിന് ഇടയിലായിട്ട് ഈ സാത്താൻ്റെ ഉത്ഭവവും അതുപോലെ സോർ പ്രഭുവിനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു. അവിടെ നിന്നാണ് ഈ മ്യൂസിക്കൊക്കെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹൃദയത്തിൻ്റെ നിഗളം. അതിനുശേഷമായിട്ട് ഈ 40 അധ്യായത്തിലേക്ക് നമ്മൾ വേഗം ഇങ്ങനെ കടന്ന് പാസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ എസെക്കിയേലിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് ഈ ബാബേലിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. അവിടെ ഒരു മലമേൽ നിർത്തിയിട്ട് ഇസ്രായേലിലുള്ളതായ ആ യെരുശലേം ദേവാലയത്തെ നോക്കുക. അതൊരു നഗരം പോലെ അവന് കാണുവാനായിട്ട് ഉണ്ടായിരുന്നു. ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് യെരുശലേം കേന്ദ്രമാക്കി യെരുശലേമിൽ പണിയുന്നായ ആലയത്തിൻ്റെ വിവരങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു 2ാമതായിട്ട് വരുന്നു. എന്നിട്ട് ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദന്മാരെ ഈ അന്തിക്രിസ്തു കൈക്കലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാവുന്ന നിലയിൽ അവരധികാരമെല്ലാം ഏറ്റെടുക്കുന്നു. യെരുശലേം ദേവാലയമൊക്കെ പണിയുന്നു. 3.5 വർഷം കഴിയുമ്പോൾ ഇതാ ആ യെരുശലേം ദേവാലയത്തിൽ അവൻ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അന്തിക്രിസ്തു അവിടേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാരെല്ലാവരും അവനെതിരായിട്ട് തീരുന്നു. അതോടുകൂടെ മഹോദ്രവം ആരംഭിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളെ ഒത്തിരി എണ്ണത്തിനെ വളരെ മഹോദ്രവത്തിൽ കൂടെ നശിപ്പിക്കുന്നു. ഫൈനലായിട്ട് അവർ ദൈവത്തോട് നിലവിളിച്ച് ഇത് ചതിവായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് 3.5 വർഷം കൂടെ കഴിഞ്ഞ്, അതായത് 7 വർഷം കർത്താവിൻ്റെ വരവിന് ശേഷം 7 വർഷം കഴിയുമ്പോൾ പരസ്യമായിട്ട് യേശു ഇവിടേക്ക് കടന്നു വന്ന് യെരുശലേം മലയിൽ ആ കാല് കുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒലിവ് മലയിൽ കാൽ കുത്തുമ്പോൾ ആ മല 2ആയിട്ട് പിളർന്നു പോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നിട്ട് യെരുശലേമിൽ തൻ്റെ സിംഹാസനം വെച്ച് വാഴുന്നതായ ഒരു കാലമുണ്ട്. 1000 സംവത്സരം യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മളുടെ കർത്താവും സഭയും ഇവിടെ വാഴും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. 43 അധ്യായത്തിൻ്റെ 12ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, 43 12ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആലയത്തെക്കുറിച്ചുള്ളതായ പ്രമാണമാണ്. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അതിർത്തിക്കുമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്നതായ ദൈവത്തിൻ്റെ കംപ്ലൈൻറ്റ്, ഈ യെരുശലേമിലുള്ളതായ വലിയ ദേവാലയം വിശുദ്ധമായിരുന്നില്ല, അശുദ്ധി നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ദൈവത്താൽ പണിയപ്പെടുന്നതായ ഈ ആലയം, ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉള്ളതായ ആലയം,
അതിവിശുദ്ധമായിരിക്കണം. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പ്രകാരമുള്ളതായ എല്ലാ കാര്യങ്ങളൊന്നും വായിക്കുവാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചു കൊള്ളുക. എന്നാൽ വിശുദ്ധമായിരിക്കണം എൻ്റെ ആലയം എന്നാണ് അവിടെ നമ്മൾക്ക് ഒരു വാക്യത്തിൽ നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 47-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ജീവജല നദിയെക്കുറിച്ചാണ്. 47-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ ജീവജല നദി എന്ന് പറയുന്നത് ഇവിടെ യാഗപീഠത്തോട് ചേർന്നാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിൻ്റെ വലതുഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി. യാഗപീഠത്തിന് തെക്ക് വശമായിട്ട് ഒഴുകുന്നതായ ഒരു നദിയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാഗപീഠത്തിനടുത്ത് നിന്ന് ഒഴുകുന്നതായ ആ നദിയാണ് നമ്മൾക്ക് ഇവിടെ ജീവജല നദിയായിട്ട് കാണുന്നത്. അവിടെ വളരെ മനോഹരമായ അനുഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു ജീവജല നദിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം 22:1 അത് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ജീവജല നദി. വെളിപ്പാട് പുസ്തകത്തിലുള്ളതായ ജീവജല നദി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ജീവജല നദിയാണ്. ഇവിടെ എന്നാൽ ഈ എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ ജീവജല നദി അത് സിംഹാസനത്തിൽ നിന്നല്ല പുറപ്പെടുന്നത്, അത് യാഗപീഠത്തിൽ നിന്നാണ്, കാൽവറിയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ കാലത്ത് യേശുക്രിസ്തുവിൻ്റെ രക്ഷ പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവോടുകൂടെ ജീവിക്കുന്നതായ ആൾക്കാർക്ക് ഈ 3 അനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ നദിയുടെ ആഴത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് 3-ാമത്തെ വാക്യം മുതൽ 47-ൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾക്ക് കാണുന്നതായ 3 അനുഭവങ്ങളെ ഓരോ വാചകത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 നിലകളിൽ ഉള്ളതായ അളവുകളും ശുശ്രൂഷകളുമാണ് ആത്മീയ രംഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 47-ൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, അത് എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളമായി. നരിയാണിയോളം എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദങ്ങൾ മാത്രമാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നരിയാണിയോളം നമ്മളുടെ നടപ്പിനെ അത് നിയന്ത്രിക്കുന്നതാണ്. നമ്മളുടെ നടപ്പ് ആത്മാവിൽ ഉള്ളതായിരിക്കണം. ഒരാത്മീയൻ നടക്കുന്നത് പോലെ ആത്മാവിൽ ബലം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടെ ദൈവികത്തിൻ്റെ ഹിതപ്രകാരം ഓരോരുത്തരും നടക്കണം. ആത്മാവിൽ ഉള്ള നടപ്പാണ് നരിയാണിയോളം എന്ന് പറയുന്നത്. 47-ൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, വെള്ളം മുട്ടോളമായി, അടുത്ത സ്റ്റേജ് മുട്ടോളം ആയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മുട്ട എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അനുഭവമാണ്. ദൈവസന്നിധിയിൽ ആത്മനിറവോട് അനുബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വളരെയേറിയമായിട്ട് വളർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് സ്ഥിരമായിട്ട് പോകുവാനായിട്ട് സാധ്യം ആകുകയുള്ളൂ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സർവായുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥന എല്ലായ്പ്പോഴും പ്രാർത്ഥനയോടുകൂടെ നമ്മളായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. ആത്മാവിൻ്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി 3-ാമത്തേത് നമ്മളവിടെ കാണുന്നത് 47-ൻ്റെ 5-ാമത്തെ വാക്യമാണ്. ആ വെള്ളം അരയോളം കടക്കുന്നതായ അനുഭവമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയും
എഫേസ്യ ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം നോക്കുമ്പോൾ അര കെട്ടി നമ്മൾ മുൻപോട്ട് പോകണം. സേവന മനോഭാവത്തോടു കൂടെ നമ്മൾ മുൻപോട്ട് പോകണം. യേശു തൻ്റെ ടവൽ എടുത്തുകൊണ്ട് അര കെട്ടിക്കൊണ്ട് അവിടെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സേവന മനോഭാവമായ അര കെട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുക. 4-ാമതായിട്ട് നമ്മൾക്ക് 47-ൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായിട്ട് തീർന്നു. അപ്പോൾ 4-ാമത്തെ അനുഭവം എന്ന് പറയുന്നത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തതായ അനുഭവം. എഫേസ്യ ലേഖനം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് സ്ക്രിപ്ചർ എന്നാണല്ലോ നമ്മൾ ദൈവവചനം ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. എഫേസ്യ ലേഖനം 5:18 പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം, വീഞ്ഞു കുടിച്ച് മത്തരാകാതെ ആത്മാവിൽ നിറഞ്ഞവരായിട്ട് ദൈവത്തെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ബലം, ആത്മാവിൻ്റെ പ്രയോജനങ്ങൾ ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 47-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്കമുള്ള ഫലമുള്ള സകലവിധമായ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉളവാകും എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഫലമുള്ള വൃക്ഷങ്ങളായിട്ട് നമ്മൾ തീരണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മ നിറവോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരാത്മീകനെ മനസ്സിലാക്കുന്നത് ഫലം കൊണ്ടാണ്. നല്ല ഫലം കായ്ക്കുന്നവർ നല്ലവരായിരിക്കും, ചീത്ത ഫലം കായ്ക്കുന്നവർ ചീത്തയായിരിക്കും എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഇങ്ങനെ ഇതിൻ്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ആത്മീകനെ ആത്മീകമായ ഫലം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി 47-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 47-ൻ്റെ 13 മുതൽ 47-ൻ്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ കാര്യം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ എന്താണ്? ഇസ്രയേൽ ഗോത്രങ്ങൾക്കുള്ള അവകാശം സഹസ്രാബ്ദ വാഴ്ചയിൽ എല്ലാം അവർക്കുള്ളതുപോലെ പകത്ത് കൊടുക്കണമെന്ന് ഓരോ ഗോത്രമായിട്ട് ഇവിടെ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. 48-ാം അധ്യായത്തിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. 12 ഗോത്രങ്ങൾക്കും അവരുടെ അവകാശ ഭൂമി പകുത്ത് കൊടുക്കണം. യോസേപ്പിന് 2 അവകാശം കൊടുക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒക്കെ ചിലപ്പോൾ വിചാരിക്കുന്നതായ കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ദാൻ എന്ന് പറയുന്നതായ ഗോത്രത്തെ കാണുന്നില്ല. അവരുടെ ചെയ്തതായ പ്രവൃത്തി ദോഷം കൊണ്ട് അവർക്ക് അവകാശം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ കാണുകയും ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് കാണാത്തായ ഭാഗം മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുമ്പോൾ ഒരു ഗോത്രത്തെയും വിടാതെ 12 ഗോത്രങ്ങൾക്കും ദൈവം അവകാശം കൊടുത്ത് അവരെ തൃപ്തരാക്കുന്നതായ ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ അപ്പോൾ ഒരു ഗോത്രത്തെയും വിട്ടുപോകാതെ ദൈവം അവരെ മാനിക്കുന്നു. എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ അവസാന വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ എന്ന് പേരാകും. എന്ന് പറഞ്ഞാൽ യഹോവ അവിടെ. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് സിംഹാസനം യെരുശലേമിൽ വെച്ച് വാഴുമ്പോൾ 1000 വർഷത്തെ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ ലോകത്തിലുള്ള സകല ജാതികളും വന്ന് അവിടെ ദൈവത്തെ അറിയുകയും യേശുവിനെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണ് യഹോവ അവിടെ. യഹോവ യെരുശലേമിൽ, യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. അപ്പോൾ ലോകത്തിലുള്ള സകലരും പറയും യഹോവ അവിടെയുണ്ട്, അവൻ്റെ പ്രവൃത്തി അവിടെ കാണുന്നു, അന്ന് നമ്മളും അവിടെ ഉണ്ടായിരിക്കും. ഈ വലിയ പ്രത്യാശയോടുകൂടെ ഈ പുസ്തകം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ 48 അധ്യായങ്ങളുള്ളതായ ഈ വലിയ പുസ്തകം
കേവലം ചില മിനിറ്റുകൾക്കുള്ളിൽ തീർത്തു. വളരെ സ്പീഡിലായുള്ള യാത്രയായിരുന്നു. എന്നാൽ തുടർന്നുള്ളതായ പഠനത്തിന് ഈ ചെറിയ വിവരണം ഉപകരിക്കപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തുടർന്നും നമുക്ക് അടുത്ത ആഴ്ച ദാനിയേലിൻ്റെ പുസ്തകവുമായിട്ട് കടന്നു വന്ന് ഒന്നിച്ച് പഠിക്കുവാനായിട്ട് കർത്താവ് ഇടതരുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.